എൻ്റെ വീടിൻ്റെ ഒരു അടുക്കളയാണ്. അടുക്കള ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാ വീടിൻ്റെ ഏറ്റവും പരിസരം കച്ചറ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണിത്. പിന്നെ ഹെൽത്ത് ആര് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഞാൻ വൃത്തിയേടാക്കിയിട്ടിടൂല. മറ്റുള്ളവരും കൂടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പരിസരം വൃത്തിയാക്കിയിടുന്നത്. പിന്നെ ഹെൽത്തിനെ വിളിച്ച് ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. അവർ വന്നാൽ മതി, വരാഞ്ഞാലേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. ഫോൺ ചെയ്ത് അത് കത്തിക്കുന്നുണ്ട് ഇത് കത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്നവർ ഓഫീസർമാരായിട്ട് നേരെ അങ്ങോട്ട് വരിക. ഒരു വീടിൻ്റെ ഏറ്റവും നാറിക്കെടുക്കുന്ന സ്ഥലമാണിത്. ഇത് അടുക്കള, അതാണിത്. എൻ്റെ വീടിൻ്റെ അടുക്കളയാണിത്. വീടിൻ്റെ അടുക്കള, കിണർ പരിസരമാണിത്. ഏത് കൊട്ടാരത്തിൻ്റെ ബാക്ക് പോയാലും ഏത് വലിയ വലിയ ഹോട്ടലിൻ്റെ ബാക്ക് പോയാലും ഏറ്റവും നാറിക്കെടുക്കുന്ന സ്ഥലമാണ് അടുക്കളൻ്റെ ഭാഗം. ഈ ഭാഗത്തിൻ്റെ വീട്ടിൻ്റെ അടുക്കളൻ്റെ പരിസരത്ത് വന്നാൽ നിങ്ങൾക്ക് ഇതേമാതിരി നാറിക്കെടുക്കണ ഒരു സ്ഥലം കാണാൻ പറ്റില്ല. പിന്നെ വിളിച്ച് പറയണവർ ഓഫീസർമാരായിട്ട് വരിക എന്നല്ലാതെ യാതൊരു കാര്യമില്ല. ഞാൻ എൻ്റെ പരിസരം നന്നാക്കിയിട്ടാണ് മറ്റുള്ളവരോട് പറയണത്. നിങ്ങൾ അങ്ങനെ ഇടല്ലേ, ഇങ്ങനെ പരിസരം ചീത്താക്കരുത്, നന്നാക്കണം. നമ്മളെ പരിസരം അടുക്കളയാണിത്. എൻ്റെ അടുക്കളൻ്റെ ഭാഗമാണ് കിണർ, അടുക്കളൻ്റെ ഭാഗമാണ് കാണുന്നത്. അപ്പം ഞാൻ മറ്റുള്ളവർക്ക് ഫ്രണ്ടും വേറുള്ളവർക്കൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. മനസ്സിലായോ? അടുക്കളൻ്റെ പരിസരമാണിത്. അടുക്കളൻ്റെ കിണർ മറ്റുള്ള ഭാഗങ്ങളാണിത്. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ ആയിരിക്കും ഫ്രണ്ട്? അപ്പം പിന്നെ നിങ്ങളെ അവിടെ കച്ചറ ഇടുന്ന ഇവിടെ മണപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കണവർ ഓഫീസർമാരായിട്ട് വരണം. അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഒരിക്കലും നിങ്ങൾ ആര് വന്നാലും ശരി, ഇപ്പം എൻ്റെ വീടിൻ്റെ ഉള്ളിലെ ബാത്റൂമോ പരിസരം അടുക്കള എവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും ഒരു കച്ചറ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എൻ്റെ കിണറാണ് ഇപ്പോൾ ഇത്. കിണറിൻ്റെ ഉള്ളിൽ വെള്ളം കച്ചറ അല്ല കെട്ടിക്കെടുക്കുക അല്ല കുട്ടികളെ വേസ്റ്റോ വേറുള്ളതോ ഒന്നുമില്ല. കിണറാണിത്. ഇപ്പോൾ കിണർ മൂടിയിട്ടാണ് ഇപ്പോൾ ഇത്. അതിൽ വെള്ളമാണിത്. ഈ വെള്ളം വരെ ഞങ്ങൾ സൂക്ഷിച്ചിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ആര് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഈ പറയുന്ന ആളിലായിട്ട് വരണം, അല്ലെങ്കിൽ അവരെ നമ്പർ തരണം. ഓഫീസർമാർ വരികയാണെങ്കിൽ അവരെ നമ്പറും തരണം, അവരും വരണം, ഓഫീസർമാരും വരണം. എന്നിട്ട് അടുക്കളയുടെ ഭാഗവും പരിസരവും ഒക്കെ കാണണം. ഇത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താ പറയുക, ഞങ്ങളെ നെർമരുതൂർ പഞ്ചായത്ത് ഏറ്റവും വൃത്തിയുള്ളൊരു പഞ്ചായത്താക്കണം എന്നുള്ളൊരു നല്ലൊരു മനസ്സ് എനിക്കുണ്ട്. എന്താ പറയുക, ഞങ്ങളെ നെർമരുതൂർ പഞ്ചായത്ത് കുറേ വൃത്തിയാണ്, കുറച്ചും കൂടി വൃത്തിയാക്കാണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ മാത്രമല്ല, എല്ലാ വീട്ടുകാരും ഇതേമാതിരി ശ്രമിച്ചാൽ നമ്മളെ നെർമരുതൂർ പഞ്ചായത്ത് നന്നാക്കി എടുത്താൽ മറ്റുള്ള പഞ്ചായത്തുകാർ മാണെങ്കിൽ നന്നാക്കട്ടെ. അപ്പോൾ അവർ നമ്മളെ പരിസരവും മറ്റു വീടും പരിസരമൊക്കെ കാണുമ്പോൾ അവർ ഇതേമാതിരി ശ്രമിച്ചാൽ നമ്മൾ നെർമരുതൂർ പഞ്ചായത്ത് വളരെ ഡീസൻ്റാകും. കുറേ രോഗങ്ങളൊക്കെ കുറയും, കുറച്ചല്ല കുറേ രോഗം കുറയും. ഏറ്റവും കൂടുതൽ രോഗം കുറയുക എന്നുള്ളതാണ് നമുക്ക്. പരിസരം വൃത്തിയാക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താവും, രോഗങ്ങൾ കുറയും. രോഗാണുക്കൾ നമ്മളെ അടുത്തേക്ക് വന്നു കൂടാതെ നമ്മളെ കുറേ കഴിച്ചിലാക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എല്ലാവരും പരിസരം വൃത്തിയാക്കാൻ നോക്കുക. ഞാൻ ഒരാൾ വൃത്തിയാക്കിയിട്ടൊന്നും ആവില്ല. എങ്കിലും എല്ലാവരും കൂടി ശ്രമിച്ചാൽ നമ്മളെ നെർമരുതൂർ പൊന്നാക്കാം. നമ്മളെ നെർമരുതൂരിനെ നല്ലൊരു പഞ്ചായത്താക്കി എടുക്കുക. രോഗം ഇല്ലാത്തൊരു പഞ്ചായത്തും കൂടി ആക്കിയെടുക്കാൻ പറ്റും നമ്മളെ പഞ്ചായത്തിനെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് ശ്രമിക്കുക. നമ്മളെ നാടിനെ നന്നാക്കുക. നമ്മളെ നാട് നന്നാവുമ്പോൾ മറ്റുള്ളവർക്ക് നന്നാവും, മറ്റുള്ളവർക്ക് വൃത്തി ഉണ്ടാവും. ഇപ്പോൾ വേണ്ട ഒരു ചെടി വെച്ച തലാണ് ഇപ്പോൾ ഇത്. ഓക്കെ, ഇവിടെ കാർക്കയിൽ എന്തെങ്കിലും വന്നിട്ട് ഒരു വേസ്റ്റോ വേറുള്ള കച്ചറകളോ ഒന്നും കാണാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അത്രയും വൃത്തിയിലാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. നമ്മൾ വെറും കുറേ പെയിൻ്റ് അടിച്ച് പിടിച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല, അത് വൃത്തിയാക്കി കൊണ്ടു നടക്കണം. അതാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരോടും പറയാണ്, വളരെ ഡീസൻ്റായിട്ട് എല്ലാവരും നമ്മളെ നെർമരുതൂർ പഞ്ചായത്തിനെ പൊന്നാക്കി മാറ്റാൻ നോക്കുക. അത് നമ്മളെ നാടിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്തായി മാറും. കാരണം വൃത്തിയാക്കിയാൽ നമ്മളെ വീടും നമ്മളെ പരിസരവും വൃത്തിയായാൽ ഇതുപോലത്തെ ഒരു നല്ല പഞ്ചായത്ത് ആവില്ല. അപ്പോൾ എല്ലാവരും കൂടി ശ്രമിക്കുക. അപ്പോൾ നമ്മളെ പഞ്ചായത്ത് നല്ലൊരു പഞ്ചായത്താവും.
രോഗമില്ലാത്തൊരു പഞ്ചായത്താക്കി എടുക്കണം നമ്മൾ.